ജമിയത്തുൽ 66-ാം വാർഷിക ദിനംകൂടിയാണ്. 65 വാർഷിക ദിനംകൂടി സംഭവിക്കാത്ത സംഗതി ഈ വാർഷിക ദിനംകൂടി സംഭവിച്ചു എന്നത് നേരാണ്. പക്ഷെ അത് ഭാവിയിൽ വലിയൊരു യുഗത്തിലേക്കുള്ള തുടക്കമാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അല്ല ഞാൻ പറയാം ഇന്ന് വരെ ഇല്ലാത്ത സംഗതി ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് മോശമായി ചർച്ച ചെയ്യും. നമ്മളെ സംഘടനാ ശത്രുക്കളും സംഘടനയുടെ സംസ്ഥയുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ നാളെ വാട്സപ്പിലിട്ട് അലക്കും. അത് നിങ്ങൾക്ക് കാണാം എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു വിപത്തായിട്ട് നിങ്ങൾ പാഠം കഴിക്കാനൊന്നും കാര്യമില്ല. എനിക്ക് സംസാരിക്കാനുള്ള അവകാശമാണ്, എന്റെ അവസരമാണ്. ഞാൻ കഴിക്കുന്നത് അതൊന്നും പറ്റില്ല. അതൊന്നും കേട്ടിട്ട് ഞാൻ നിർത്തി പോവില്ല. നിങ്ങൾക്ക് സംസാരിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ഉള്ളത് ചോദിച്ചാൽ മതി, അത് ചോദിക്കാം. എന്റെ മനസ്സിലുണ്ടെന്ന് പറയാനാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ പറയാൻ പോയാ ഇത് ഒരു നല്ല ബഹുമാനപ്പെട്ട സംസ്ഥയുടെ അച്ചടക്കമുള്ള ഒരു നല്ല വിഭാഗമായി വരേണ്ട ഏറ്റവും കൂടുതൽ ഏതാണ്ട് 10 ലക്ഷത്തിലധികം വരുന്ന നമ്മുടെ കുട്ടികളെ ദീൻ പഠിപ്പിക്കേണ്ട വിഭാഗമാണ് ദീൻ പഠിപ്പിക്കുമ്പോൾ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, സമൂഹത്തിൽ അച്ചടക്കത്തോടും ജീവിക്കുന്ന എങ്ങനെയാണ് എന്നുകൂടി പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെന്നും അധ്യാപകർ മാലിന്യങ്ങൾ മാതൃകയായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ തെരഞ്ഞെടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സേവനം അനുഷ്ഠിച്ച ജീവിതകാലം മുഴുവൻ സംസ്ഥാനങ്ങളുടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. അല്ലാഹു അക്ബർ. ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. ഞാൻ അദ്ദേഹത്തെ എന്നും ബഹുമാനത്തോടു കൂടി മാത്രമാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏറ്റവും ശക്തമായി ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാൻ പ്രാപ്തമായ രൂപത്തിൽ സജീവമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.